എല്ലാവർക്കും നമസ്കാരം. വനിതാ ദിനത്തോടനുബന്ധിച്ച് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ സിറ്റിക് ആൻഡ് റൂസയോട് കൂടി സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസും ഡോക്ടർ സംഗീത കെ പ്രതാപിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു പ്രോജക്റ്റാണ് ഉയരെ. വനിതാ സംരംഭകർക്ക് ഒരു വിപണനശാലയായിട്ടും കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാമായിട്ടും നമ്മൾ നടത്തി വരുന്ന ഒരു ഇവൻ്റാണിത്. ഉയരയുടെ ഭാഗമായിട്ട് ഇന്ന് ക്യാമ്പസിൽ അനേകം വിമൻ ഓൺടർപ്രന്യേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ ഒരാളാണ് നമ്മുടെ കൂടെ എന്നുള്ള ലക്ഷ്മി ലക്ഷ്മണൻ. ആൻഡ് മാമിൻ്റെ കമ്പനിയുടെ പേര് ലെനാസ് എന്നാണ്. നമുക്ക് കൂടുതൽ ലെനാസിൻ്റെ വിശേഷവും ഈ വനിതാ സംരംഭകയുടെ കഥയും ഒക്കെ അറിയാനാണ്. അപ്പം നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ലക്ഷ്മി മാം എങ്ങനെയാണ് ഈ ഒരു ഐഡിയയിലോട്ട് വന്നത്? ഇതുവരെ എങ്ങനെയായിരുന്നു? എനിക്കറിയാം വീട്ടമ്മ എന്നുള്ളൊരു റോളിൽ നിന്ന് ആകാം ചിലപ്പോൾ ഇപ്പോൾ ഒരു സംരംഭം തുടങ്ങുന്നതിലോട്ട് വന്നത്. അതുവരെയുള്ള ജീവിതകഥ എങ്ങനെയായിരുന്നു? ഞാൻ ഹൗസ് വൈഫ് തന്നെ ആയിരുന്നു. കല്യാണം കഴിഞ്ഞ് കുറേ വർഷങ്ങളായിട്ട്. പിന്നെ കുട്ടികൾ വലുതായപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്ത് നമ്മളെ പ്രൂവ് ചെയ്യണം എന്നുള്ള ഒരു തോട്ട് ഉണ്ടായിരുന്നു. കൂടെ തന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉള്ളവർക്കായാലും ഹെൽത്തി ആയിട്ട് എന്തൊക്കെ കൊടുക്കാം ആ ഒരു സെർച്ച് എപ്പോഴും ചെയ്യുമായിരുന്നു. എന്തൊക്കെ കഴിച്ചാൽ നല്ലത്, എന്തൊക്കെ കൊടുക്കാം കുട്ടികൾക്ക്, നമുക്കായാലും എന്തൊക്കെ കഴിക്കണം, അങ്ങനെ ഒരു അന്വേഷണത്തിൻ്റെ പുറകിലാണ് ഇങ്ങനത്തെ നട്ട്സും സീഡ്സും നമ്മൾ ഡെയിലി കഴിക്കണം എന്നുള്ള ആ ഒരു ഇതിലേക്ക് ഞാൻ എത്തിയത്. നട്ട്സും സീഡ്സും വെച്ചിട്ടാണ് മെയിനായിട്ട് എൻ്റെ പ്രോഡക്റ്റ്സ് എല്ലാം വരുന്നത്. എൻ്റെ ബ്രാൻഡ് നെയിം ലെനാസ് എന്നാണ്. തൃശ്ശൂരാണ് താമസം. ഇത് ഇപ്പോൾ തുടങ്ങിയിട്ട് 2 വർഷമായി. ഇതിൽ ഞാൻ ആദ്യം ചെയ്തു തുടങ്ങിയത് പ്രോട്ടീൻ ബാറാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ മൾട്ടി സീഡ്സ്, പലതരം സീഡ്സ് ഉണ്ട്. ആ സീഡ്സ് കഴിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ മെനോപോസ് ആയാലും ചെറിയ കുട്ടികൾക്കായാലും ഈ ഹാർമോൺ ഇംബാലൻസ് അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. ഇത് സീഡ്സ് കഴിക്കുമ്പോൾ അത് നേരാക്കാനുള്ള ഒരു ഹെൽത്തി ഫാറ്റ്സ് ഉണ്ട് സീഡ്സിൽ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത് തന്നെ, ഈ ലൈനിലേക്ക് വരുന്നത് തന്നെ. അപ്പോൾ അത് നമ്മൾ എങ്ങനെ വെറുതെ കൊടുത്താൽ പിള്ളേർ കഴിക്കില്ല സീഡ്സ്. അപ്പോൾ ആ സീഡ്സ് എങ്ങനെ കൊടുക്കാം, അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ശ്രമമായിരുന്നു ഈ പ്രോട്ടീൻ ബാറും പിന്നെ ആ സീഡ്സ് ഉപയോഗിച്ചിട്ടുള്ള ബോൾസ്, ബയോട്ടിൻ ലഡു, ഫ്ലാക്സ് സീഡ് ബോൾസ് എന്ന് പറയുന്നത്. ഫ്ലാക്സ് സീഡിൽ ഉള്ളത് omega-3 ഫാറ്റി ആസിഡ് ആണ്. അതിപ്പോൾ ഫിഷിലുള്ള സെയിം കണ്ടന്റ് ആണ് ഇതിലുള്ളത്. ഇപ്പോൾ ഫിഷ് കഴിക്കാത്ത ആൾക്കാർക്ക് ആ ഒരു ഫാറ്റ് കണ്ടന്റ് കിട്ടണമെങ്കിൽ ഈ ഫ്ലാക്സ് സീഡ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കൂടാതെ തന്നെ ഈ ഫാറ്റി ആസിഡ്സ് എല്ലാം, ഈ ഹെൽത്തി ഫാറ്റ്സ് എല്ലാം തന്നെ നമുക്ക് ഹാർട്ട് ഫ്രണ്ട്ലി ആണ്. നമുക്ക് ഹാർട്ട് ഡിസീസ് വരാതെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ മെനോപോസ് ഏജിലുള്ള ലേഡീസിന് പ്രോട്ടീൻ കണ്ടന്റ് വളരെ അത്യാവശ്യമാണ്. അതിപ്പോൾ പലരും അത് നോൺ വെജ് കഴിക്കുന്ന ആൾക്കാർക്കായാലും അതിൻ്റെ കൂടെ അവർക്ക് ഫൈബർ കണ്ടന്റ് ഉണ്ടാവില്ല. അത് നോൺ വെജിൽ ഇപ്പോൾ പ്ലാന്റ് പ്രോട്ടീൻ ആകുമ്പോൾ വെജിറ്റേറിയൻസിന് ഈ നട്ട്സ് സീഡ്സിൽ ഫൈബർ കണ്ടന്റ് ഉണ്ട്. പിന്നെ ബിസി ലൈഫിൽ നമുക്ക് എളുപ്പത്തിൽ കഴിക്കാൻ ഇങ്ങനത്തെ റെഡി ടു ഈറ്റ് മെറ്റീരിയൽസ് കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ വേഗം നമുക്കത് യൂസ് ചെയ്യാനും പറ്റും. ടേസ്റ്റി ആയിട്ടും അറ്റ് ദ സെയിം ടൈം അധികം വർക്കൊന്നും ഇല്ലാതെ നമ്മൾ ബുദ്ധിമുട്ടാതെ നമുക്കത് കഴിക്കാനും പറ്റും. അപ്പോൾ ഇത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാൻ പാകത്തിന് ഈ നട്ട്സും സീഡ്സും എല്ലാം ഒരു സിംഗിളായിട്ട് നമ്മൾ റാപ്പ് ചെയ്ത് ഇങ്ങനെ പാക്കറ്റിലാക്കിയിട്ടാണ് കൊടുക്കണം. അപ്പം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ അത് ഈസി ആയിട്ട് കൊണ്ടുപോകാം, കഴിക്കാം, അങ്ങനെയുള്ളത്. പിന്നെ പറയാനുള്ളത്, ഈ പ്രോട്ടീൻ കണ്ടന്റ് ഡെയിലി ഒരു ദിവസം എവറി പേഴ്സൺ അവരവരുടെ വെയിറ്റിനനുസരിച്ച് 1 ഗ്രാം വീതം കഴിക്കണം. ഇത് ജിമ്മിൽ പോണ ആൾക്കാർക്ക് മാത്രമല്ല, എല്ലാവരും കഴിച്ചിരിക്കണം പ്രോട്ടീൻ എന്നുള്ളതാണ്. വെജിറ്റേറിയൻസിനും പ്രോട്ടീൻ കഴിക്കാൻ കുറച്ച് റിസോഴ്സസ് കുറവാണ്. നോൺ വെജിറ്റേറിയൻസിന് കൂടുതലുണ്ട്. എന്നാലും തന്നെ അവർക്ക് ഈ മസാല അധികം ചേർത്തിട്ട്, ഓയിൽ അധികം ചേർത്തിട്ട്, ഫൈബർ കണ്ടന്റ് അതിലില്ല, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിലാവുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, പേടിയൊന്നും ഇല്ലാതെ എല്ലാവർക്കും കഴിക്കാം. ഇത് സാധാരണ നട്ട്സും സീഡ്സും ഉപയോഗിച്ചിട്ട് തന്നെ ഉണ്ടാക്കണതാണ്.
അപ്പൊ അതുകൊണ്ട് ഇത് കുട്ടികൾക്കായാലും ഗ്രോയിങ് ചിൽഡ്രൻ ആയാലും മിഡിൽ ഏജ് പീപ്പിൾ ആയാലും എൽഡർ പീപ്പിൾ ആയാലും എല്ലാവർക്കും നല്ലതാണ്. അപ്പൊ ഈ ബോൺ സ്ട്രെങ്ത് കുറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ആവശ്യത്തിന് പ്രോട്ടീൻ കഴിച്ചില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ബോണിൽ നിന്നാണ് പ്രോട്ടീൻ വലിച്ചെടുക്കുക ശരീരം ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ വലിച്ചെടുക്കുമ്പോഴാണ് ഈ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്ന ആ ഒരു ഡിസീസ് വരാനുള്ള ആ ഒരു കാരണമൊക്കെ വരുന്നത്. അപ്പൊ നമ്മള് പ്രോട്ടീൻ നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഈ പ്രശ്നത്തിൽ നിന്ന് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. പിന്നെ എന്താ പറയാ, നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മൾ ഇപ്പോൾ ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് കുറേ പൈസ ചെലവാക്കും. അതേപോലെ നമ്മൾ ഇത് നല്ലതിനും വേണ്ടിയിട്ട് കുറച്ച് പൈസ നമ്മുടെ ഹെൽത്തിനെ ഇൻവെസ്റ്റ് ചെയ്യാം. അതന്നെ, നമ്മൾ നല്ല ഹെൽത്ത് ഉണ്ടെങ്കിൽ പിന്നെ നമ്മളിപ്പോൾ സമ്പാദിക്കുന്ന പൈസ മുഴുവൻ പിന്നെ എൻജോയ് ചെയ്യണമെങ്കിൽ ആദ്യം ഹെൽത്ത് വേണമല്ലോ. അപ്പൊ അതിനായിട്ട് അതിന് കുറച്ച് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം കഴിക്കാനായിട്ട്, ഇങ്ങനത്തെ ഐറ്റംസ് കഴിക്കാനായിട്ട്. എനിക്ക് ലെനാസിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാം തന്നെ സ്വന്തമായിട്ട് വീട്ടിലുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന അതേ ഒരു കരുതലോടുകൂടിയും അതേ ഒരു ശ്രദ്ധയോടുകൂടിയും ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് ആണ്. അപ്പം കൂടുതലും നമ്മളിപ്പം കടയിലൊക്കെ പോയാലും പ്രിസർവേറ്റീവ്സ് ഉണ്ടോ ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഇതൊന്നും ഇല്ലാതെ ശരിക്കും നമുക്ക് വീട്ടിൽ അമ്മമാർക്കും കുട്ടികൾക്കും അമ്മൂമ്മമാർക്കും ഒക്കെ കൊടുക്കുന്ന അതേ ഒരു രീതിയിലല്ലേ ലെനാസിന്റെ പ്രോഡക്ട്സ് വരുന്നത്. എന്റെ അമ്മയ്ക്കും ഞാൻ ഇത് തന്നെയാണ് കൊടുക്കണേ, എന്റെ കുട്ടിക്കും ഇത് തന്നെയാണ് കൊടുക്കണം. പിന്നെ ഡയബറ്റീസ് ആയിട്ടുള്ള ആൾക്കാർക്കും ഇപ്പൊ പ്രോട്ടീൻ ബാറിലൊന്നും മധുരം ചേർക്കണില്ല, നമ്മള് പഞ്ചസാരയോ ശർക്കരയോ ചേർക്കണില്ല. മധുരത്തിന് വേണ്ടിയിട്ട് ഡേറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് കാരണം ഹെൽത്തി ആയിട്ട് എല്ലാവർക്കും കഴിയാം. ഡേറ്റ്സിലും നമുക്ക് കാൽഷ്യം ഉണ്ട്, അയൺ ഉണ്ട്, ഫൈബർ കണ്ടന്റ് ഉണ്ട്, ഡെയിലി കഴിക്കുന്നത് നല്ലതാണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ മധുരത്തിന് വേണ്ടിയിട്ട് ഡേറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ്. പ്രോട്ടീൻ നട്ട്സ് കൊണ്ടും സീഡ്സ് കൊണ്ടും ഉണ്ടാക്കുന്ന. പിന്നെ പ്രോട്ടീൻ സൂപ്പ് ഉണ്ട്. ഇപ്പൊ മധുരം ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് സേവറി ആയിട്ട് കഴിക്കണമെങ്കിൽ സൂപ്പായിട്ട് കഴിക്കാം. പ്രോട്ടീൻ പൗഡർ തന്നെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഡ്രിങ്ക് കയ്യിൽ എടുത്ത് ഇങ്ങനെ പൗഡർ വെറുതെ ഷേക്ക് ചെയ്ത് മിക്സ് ആക്കിയാൽ മതി. ഷേക്കർ ബോട്ടിൽ കിട്ടും, അങ്ങനെ കലക്കി കുടിക്കാം. ട്രാവലില് കൊണ്ടുപോയി കഴിക്കാം. ഇന്ന് ഇവന്റിന് വന്നപ്പം കഴിച്ചിട്ട് വന്നു. അതെ, ഇന്ന് കാലത്ത് ഞാനും ഹസ്ബൻഡും ബാറാണ് കഴിച്ചിട്ട് വന്നത്. ഒരു നേരത്തെ ഭക്ഷണം അത് റീപ്ലേസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം, മീൽ റീപ്ലേസർ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഈ വെയിറ്റ് കുറയ്ക്കാനുള്ള ഇതാണ് ഈ പ്രോട്ടീൻ ബാർ കഴിക്കുമ്പോൾ. ഇപ്പം വേറെ ഒന്നും കഴിക്കില്ല, അപ്പോൾ വിശപ്പ് അടങ്ങും. അപ്പോൾ നമ്മൾ വേറെ അധികം വാങ്ങിച്ച് ഒന്നും കഴിക്കില്ല. അപ്പോൾ വെയിറ്റ് കുറയ്ക്കാനായിട്ട് നോക്കുന്ന ആൾക്കാർക്കും വെയിറ്റ് മാനേജ് ചെയ്ത് റെഗുലേറ്റ് ചെയ്ത് പോകാനുള്ള ആൾക്കാർക്കും ഈ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഈ പ്രോട്ടീൻ ബാർ, നട്ട്സ് ഉള്ള ഈ പൗഡർ, ബയോട്ടിൻ ലഡു ഇതൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ, ബയോട്ടിൻ ലഡു എന്ന് പറയുന്നത് പൗഡറായിട്ട് കൊടുക്കും. അത് സ്മൂത്തീസിൽ ഇടാം, സാലഡിൽ മുകളിൽ വിതറി അങ്ങനെ കഴിക്കാം. ലഡു എന്ന് പറയുന്നത് അതും ചെയ്യാൻ പോലും വേണ്ട, റെഡി ആയിട്ട് കഴിക്കാം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഡേറ്റ്സ് യൂസ് ചെയ്തിട്ട് ലഡു ആയിട്ട് അത് അങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പൊ അതാവുമ്പോൾ നമുക്ക് ഇപ്പൊ ഹോസ്പിറ്റലിലുള്ള പിള്ളേർക്കായാലും ഇതൊന്നും ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് അത് അങ്ങനെ കഴിക്കാം, ലഡു ആയിട്ട് കഴിക്കാം. ഫ്ലാക്സീഡ് ലഡു അത് തന്നെ ഈ നമുക്ക് ഹെൽത്തി ഫാറ്റ്സ് അത്യാവശ്യമാണ്. ഈ ഗുഡ് കൊളസ്ട്രോൾ നമുക്ക് വളരെ അത്യാവശ്യമുള്ള സംഭവമാണ് ഹാർട്ടിന്. അപ്പൊ അത് എനിക്ക് കുറവായിരുന്നു. ഞാൻ ഫ്ലാക്സീഡ് ലഡു കഴിച്ച് ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉണ്ടല്ലോ, അത് എനിക്ക് നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട്. സ്വന്തം ഒരു യൂസ് കേസിൽ വന്ന എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, നമ്മൾ സംരംഭം തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ചുറ്റും കാണുന്ന പ്രോബ്ലംസ് അങ്ങനെ തന്നെയായിരുന്നു ഇതിന്റെ തുടക്കവും അവിടുന്ന് തന്നെയാണ് അല്ലേ. അപ്പം നമുക്ക് എല്ലാ പ്രോഡക്ട്സും, ലെനാസിന്റെ എല്ലാ പ്രോഡക്ട്സും ഒന്ന് ഒറ്റയടിക്ക് പറയാൻ പറ്റുമോ, എന്തൊക്കെയാ ഉള്ളത്? പ്രോട്ടീൻ ബാർ, പ്രോട്ടീൻ പൗഡർ, പ്രോട്ടീൻ സൂപ്പ്, ഗ്രാനോല മിക്സ്, ബയോട്ടിൻ ലഡു, ബയോട്ടിൻ പൗഡർ, ഫ്ലാക്സീഡ് ബോൾസ്, കാജു കത്ലി, ഡ്രൈ റോസ്റ്റഡ് കാഷ്യൂ നട്ട്, പിന്നെ സ്വീറ്റ്സ് ഐറ്റംസ് ചെയ്യാറുണ്ട്, ബേസൻ ലഡു അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ മില്ലറ്റിന്റെ ഫ്ലേക്സ് അങ്ങനെയൊക്കെയും വരാറുണ്ട്. എങ്ങനെയാണ് ഒരാൾക്ക് ഇപ്പം ഒരു ലെനാസിന്റെ ഒരു പ്രോഡക്റ്റ് മേടിക്കണമെങ്കിൽ എങ്ങനെയാണ് എവിടെയാണ് മേടിക്കാൻ കിട്ടുക, എങ്ങനെയാണ് മേടിക്കേണ്ടത്? ഞാൻ ഓൺലൈനാണ് ചെയ്യുന്നത്. അപ്പോൾ വാട്സപ്പ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്. അതിലാണ് ഞാനിപ്പോ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. മാർക്കറ്റിങ്ങിന് എന്തെങ്കിലും പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഇന്ന രീതിയിൽ ചെയ്യണം അങ്ങനത്തെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഈയിടെയായിട്ട്?
എക്സ്പീരിയൻസിൽ നിന്ന് എന്താണ് മനസ്സിലാക്കിയത്? മാർക്കറ്റിംഗില് കുറച്ചും കൂടെ എന്താ പറയുക അട്രാക്റ്റീവ് ആയിട്ടുള്ള വീഡിയോസ് എടുക്കണം. അത് ഞാൻ ഇനി ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഓരോ പ്രോഡക്റ്റിനെ കുറിച്ചും ചെറിയൊരു വീഡിയോ ക്ലിപ്സ് അങ്ങനെ എടുത്തിട്ട് ഇടണം എന്ന് തീരുമാനിച്ചു. അപ്പം ലെനാസിന്റെ ഇന്ന പ്രോഡക്റ്റ് ഉണ്ട്, ഇത് നിങ്ങൾക്ക് ഇന്ന രീതിയിൽ നല്ലതാണ്. തുടങ്ങിയത് എങ്ങനെയാണ്? ആദ്യത്തെ ഫസ്റ്റ് 1-2 കസ്റ്റമറിന്റെ അടുത്ത് എത്തിപ്പെട്ടത് എങ്ങനെയാണ്? നമ്മുടെ എന്താ പറയാ ക്ലോസ് ഫ്രണ്ട്സ്, നെയ്ബേഴ്സ്, റിലേറ്റീവ്സ് അങ്ങനെയാണ് തുടങ്ങിയത്. അങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ ഓരോ ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ ജോയിൻ ചെയ്തു. പിന്നെ തൃശ്ശൂരിൽ തന്നെ 1-2 ഗ്രൂപ്പുകളുണ്ട്. COC ഉണ്ട്, ചേംബർ ഓഫ് കോമേഴ്സ് ഉണ്ട്, പിന്നെ ക്വീൻസ് ബിസിനസ് ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിലെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെ 1-2 ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്തു. അവിടെ നിന്നും കുറച്ച് കസ്റ്റമേഴ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഈ ഒരു ജേർണിയിൽ ഇതുവരെ എന്തൊക്കെയാണ് ഒരു ചലഞ്ചസ് ആയിട്ട് തോന്നിയിട്ടുള്ളത്? ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ ഈ മാർക്കറ്റിംഗ് തന്നെയാണ് മെയിൻ ചാലഞ്ച്. കുറച്ചും കൂടെ മാർക്കറ്റിംഗിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. അതാണ് എൻ്റെ കുറവായിട്ടാണ് ഞാൻ. പിന്നെ ആൾക്കാരുടെ ഇടയ്ക്ക് അവയർനെസ് ഉണ്ടാക്കണം. ഈ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് ഒരു പേടി, ആ പേടി മാറ്റണം. ഇത് പ്രോട്ടീൻ പറഞ്ഞാൽ പേടിക്കാനുള്ളതല്ല, സാധാ ഭക്ഷണം തന്നെ, നല്ല ഭക്ഷണം. ഇപ്പൊ ഓരോ ഹ്യൂമൻ ഡെയിലി അവർക്ക് ഒരു മാക്രോ ന്യൂട്രിയൻസ്, മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞ 2 ടൈപ്പ് ഉണ്ട്. ഇപ്പൊ നമ്മള് ചോറൊക്കെ കഴിക്കുന്ന പോലെ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, വിറ്റമിൻസ്, മിനറൽസ്, ഫാറ്റിന്റെ ഒരു തരം തിരിച്ചുണ്ടല്ലോ. അതുപോലെ ഈ പ്രോട്ടീൻ കണ്ടന്റ് മിക്കതും ആൾക്കാർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. ഇപ്പൊ ചോറും കുറച്ച് അച്ചാറും കിട്ടിയാൽ മതി ആൾക്കാർക്ക്, അതുകൊണ്ട് അവർക്ക് ഒന്നും ആവില്ല. അത് ആൾക്കാർ മനസ്സിലാക്കണം, നല്ല സാധനങ്ങളും കഴിക്കണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ കുറച്ചും കൂടെ ആൾക്കാർക്ക് അവയർനെസ് ഉണ്ടാവണം, അത് ഉണ്ടാക്കാനായിട്ട് നോക്കണം. അതാണ് മെയിൻ ആയിട്ട് ഈ മാർക്കറ്റിംഗിൽ ചെയ്യേണ്ടത്. ഞാനൊരു സംരംഭകയാണ്, അപ്പൊ എനിക്കറിയാം നമ്മൾക്ക് കുറെ കാര്യങ്ങൾ ചലഞ്ചസ് ആയിട്ട് തോന്നിയാലും കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് എന്നും രാവിലെ എണീക്കുമ്പോൾ ഒരു ഉഷാർ തരുന്നത്. ഓക്കെ, ഇന്ന് എനിക്ക് ഇത്രയും ചെയ്യാനുണ്ട്. എങ്ങനെയായിരുന്നു ഒരു എന്താ പറയാ ഒരു സംരംഭം തുടങ്ങി കഴിഞ്ഞിട്ട് ജീവിതത്തിൽ വന്ന മാറ്റം? അവനോന് തന്നെ എന്താണ് ഒരു വ്യത്യാസം തോന്നിയത്? ഇതിപ്പോ നമ്മൾ വീട്ടിലേക്ക് വേണ്ടി നമ്മൾ പണിയെടുക്കുമ്പോൾ അത് അങ്ങനെ വീട്ടിന്റെ ഉള്ളിൽ തന്നെ തീരും. ഇത് നമ്മള് പുറമെ എല്ലാവർക്കുമായിട്ട് എത്തുന്നുണ്ടല്ലോ. ഓരോ സാധനങ്ങൾ ഓരോരുത്തരുടെ കയ്യിൽ കിട്ടിയിട്ട് അത് നല്ലതാണെന്ന് പറഞ്ഞ് നമുക്ക് റിവ്യൂ നമുക്ക് കിട്ടുമ്പോൾ ആ ഒരു സന്തോഷം, അത് നമുക്ക് പറയാൻ പറ്റില്ല. ആ സന്തോഷം എന്ന് വെച്ചാൽ കുറെ ആൾക്കാരിലേക്ക് എത്തി, ഇത് ഹെൽപ്ഫുൾ ആയിരുന്നു. എന്റെ ഒരു കസ്റ്റമറാണ്, എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നു സ്റ്റോറി എന്തെങ്കിലും. അവര് അമേരിക്കയിലാണ്, അവര് വെക്കേഷന് നാട്ടിലേക്ക് വരുന്നതാണ്. അപ്പൊ അവർ എൻ്റെ കയ്യിൽ നിന്ന് ബാർ വാങ്ങിച്ചിട്ട് അവര് ഒരു 2 ദിവസം കഴിഞ്ഞ് വീണ്ടും തന്നെ എനിക്ക് ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടു, എനിക്ക് കുറച്ചും കൂടെ ബാർ വേണം. എൻ്റെ പാരൻസിന് എന്തോ വയ്യാഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഹോസ്പിറ്റലിലാണ്, ICUലാണ്. അപ്പോൾ പുറത്തേക്ക് പോയി ഭക്ഷണം കഴിക്കാനുള്ള ആ ഒരു മൂഡോ നമുക്ക് സമയമോ ഇല്ല. അപ്പോൾ ലക്ഷ്മിയുടെ ബാറാണ് എനിക്ക് സർവൈവറായിട്ട് എനിക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു റിവ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതുപോലത്തെ റിവ്യൂസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഹാപ്പി ആയിരിക്കും. പിന്നെ നമുക്ക് ചെയ്യാനുള്ള ഒരു തോന്നലുണ്ടാവും. എങ്ങനെയാണ് ഒരു ശരാശരി ഒരു ദിവസം എങ്ങനെയാണ് സംരംഭം തുടങ്ങിയതിന് ശേഷം? നല്ല തിരക്കാന്ന് എനിക്കറിയാം, പക്ഷെ ആ തിരക്കുള്ള ദിവസം എങ്ങനെയാണ്? അല്ല, ഇപ്പൊ പണ്ടും നമുക്ക് ജോലിയുണ്ട് വീട്ടില്. ഹൗസ് വൈഫ് ആയാലും ഇഷ്ടം മാതിരി പണിയുണ്ടാവും. വെച്ചാൽ കുറച്ചു കാലമൊക്കെ ഞാൻ ഹസ്ബൻഡ് പുറത്തും ഞാൻ മക്കളും തനിയെ അങ്ങനെയായിരുന്നു. അപ്പോഴും ബിസി തന്നെയാണ്, പക്ഷെ വീട്ടിന്റെ അകത്ത് തന്നെ. ഇപ്പൊ ഞാൻ ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്ത് പല ആൾക്കാരുടെ കൂടെ സംസാരിച്ച് നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്ന ഒരു തോന്നൽ, ഒരു 4 ചുമരിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഞാൻ ഇപ്പോ പല സ്ഥലത്തും പോകുന്നുണ്ട്, പല ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, കോണ്ടാക്ട്സ് തന്നെ കൂടുതലുണ്ട്, ട്രിപ്പുകൾ പോകുന്നുണ്ട്, ഇങ്ങനെ ഗെറ്റ് ടുഗദർ, ഇങ്ങനെ ട്രെയിനിങ് ക്ലാസ്സസ്. അങ്ങനെ ട്രെയിനിങ് ക്ലാസ്സിൽ വന്നിട്ടാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത്. അങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് കുറെ നെറ്റ്വർക്കിംഗ്, ആൾക്കാരെ പരിചയപ്പെടുക, നമ്മളെ കുറിച്ച് പറയുക, നമ്മുടെ ബ്രാൻഡ് വിസിബിലിറ്റി, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇങ്ങനെ ആയ പിന്നെയാണ് കുറച്ച് മൈൻഡും കുറച്ച് നമുക്ക് റിലാക്സ് ആയിരിക്കും. വീട്ടു ജോലിയിൽ നിന്ന് ഇപ്പോഴും ബിസി തന്നെയാണ്, രണ്ടും ചെയ്യണം, ജോലിയും ചെയ്യണം, ഇതും ചെയ്യണം.
എന്നാലും ഒരു ഹാപ്പിനെസ്. അതെ, നല്ലത്. പിന്നെ നമ്മുടെ ഇപ്പൊ ഈ പ്രോഗ്രാമിനെ പറ്റി അറിഞ്ഞത് എങ്ങനെയാണ്? ഉയരെ ഈ ഇവന്റിനെ പറ്റി അറിഞ്ഞത് എങ്ങനെയാണ്? ഇത് ഞാൻ എങ്ങനെയാ അറിഞ്ഞെന്ന് വെച്ചാൽ മണ്ണുത്തിയിൽ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ട്രെയിനിങ് ക്ലാസ്. അപ്പൊ അതില് സംഗീത മാം വന്നിട്ടുണ്ടായിരുന്നു ക്ലാസ് എടുക്കാനായിട്ട്, മാർക്കറ്റിങ്ങിനെ കുറിച്ചൊക്കെ പറയാനായിട്ട്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ആ ഗ്രൂപ്പിൽ എത്തിച്ചേർന്നത്. അതിൽ നിന്നാണ് ഞാൻ ഇവിടത്തേക്ക് വന്നത്. ഈ കുസാറ്റിലത്തെ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു 2 ആഴ്ച മുന്നേ ഒരു ട്രയൽ പോലത്തെ ഒരു എക്സിബിഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് വന്നത് ഇതിലൂടെ. എന്താണ് ഏറ്റവും ഒരു വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണ് ഈ ഒരു പ്രോഗ്രാമിൽ? ഏറ്റവും മെമ്മറബിൾ ആയിട്ട് ഫീൽ ചെയ്ത ഒരു കാര്യം എന്താണ് ഇന്നത്തെ ഈ ഉയരെ ഇവന്റില് എന്നും ഓർക്കുന്ന ഒരു കാര്യം എന്തായാലും? എന്റെ ലോഗോ ലോഞ്ച്. അതിന്റെ എന്തെങ്കിലും കഥയുണ്ടോ? ലോഗോ എങ്ങനെയാ ഉണ്ടാക്കിയത്? എന്തെങ്കിലും ലോഗോ ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാം തന്നെ ഞാൻ ഒറ്റ ഒരു ദിവസത്തിൽ ഞാൻ തീരുമാനിച്ചതാണ്. ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ചെയ്യണം, വെറുതെ ഇരുന്നാൽ പോരാ, എന്തെങ്കിലും ചെയ്യണം വിചാരിച്ചിട്ട് ഞാൻ ആദ്യം കുറച്ച് സ്വീറ്റ്സ് ആണ് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. ദിവാലി സമയത്ത് സ്വീറ്റ്സ് വാങ്ങിച്ചിട്ട് ഡിസ്ട്രിബ്യൂഷൻ അതാണ് ചെയ്തിരുന്നത്. അതിൽ നിന്ന് അപ്പൊ സ്വീറ്റ്സ് ഞാൻ കൊടുത്തു തുടങ്ങിയപ്പോൾ പല ആൾക്കാരും പറഞ്ഞു ഞാൻ സ്വീറ്റ്സ് കഴിക്കില്ല, എനിക്ക് വെയിറ്റ് കൂടും, അങ്ങനെയൊക്കെ പറഞ്ഞ് പല ആൾക്കാരും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ നമുക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാം എന്ന് പറഞ്ഞ അതിൽ നിന്ന് അത് ഇഷ്ടമുള്ള ആൾക്കാർ അത് കഴിക്കാൻ, അത് കഴിക്കാണ്ടേയും ആൾക്കാരില്ല, അത് കഴിക്കും. കൂടാതെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ അത് ആൾക്കാർക്ക് സഹായം, അപ്പൊ വെയിറ്റ് കുറയ്ക്കാനും ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യാനും എല്ലാത്തിനും നല്ലതാണ്. അപ്പൊ അങ്ങനെയാണ് ഈ ലൈനിലേക്ക് വന്നത്. വെരി ഗുഡ്. പിന്നെ ഇന്നത്തെ ഒരു ഇവന്റ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ എന്താണ് ഒരു പുതിയ എന്തെങ്കിലും ഒരു കാര്യം പുതിയതായിട്ട് ചെയ്യാനായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ? എന്താണ് മുന്നിലോട്ട് കാണുന്നത്? അടുത്ത ഒരു വർഷമോ 2 വർഷത്തിലേക്കോ ഉള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ടുള്ള ഒരു ഇത് വന്നിട്ടുണ്ടോ? ഡിഫറെന്റ് ആയിട്ട് അവയർനെസ് കൊടുക്കണം, അതാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്. എൻ്റെ ഈ പ്രോഡക്റ്റിൽ അവയർനെസ് കൊടുക്കണം ആൾക്കാർക്ക്. കുറച്ച് എങ്ങനെയാണുള്ളത് കുറച്ചും കൂടി ചിന്തിച്ച് ചെയ്യേണ്ടിയിരിക്കണം. വീഡിയോസ് ചെയ്യണം, പിന്നെയും എങ്ങനെയെങ്കിലും ലെനാസ് പോലെ ഒരാൾക്ക് ഇതേപോലെ വേറൊരു ലേഡിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവരോട് പറയാനുള്ളത്? അതായത് ചെയ്തിട്ടില്ല, ഇതുവരെ തുടങ്ങിയിട്ടില്ലാത്ത ഒരാൾക്ക് ഏതൊരു സംരംഭമായാലും പേടിയുണ്ട്, തുടങ്ങാൻ ഭയം ഉണ്ടെങ്കിൽ അവരോട് എന്താണ് പറയാനുള്ളത് ലക്ഷ്മി മാം? എല്ലാവരും നമ്മളെ പോലെയാണ്. ഈ മുന്നിൽ വന്ന ആൾക്കാരെല്ലാവരും ഇവിടെ നിന്നാണ് വന്നത്, സീറോയിൽ നിന്നാണ് എല്ലാവരും തന്നെ വരുന്നത്. നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ വലിയ തോതിലുള്ള ആൾക്കാരൊക്കെ ചെറുതായിട്ട് ഇന്ന് വന്ന ആൾക്കാർ തന്നെ. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുമോ എന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ശ്രമിക്കുക, നമ്മളെ കൊണ്ട് പരമാവധി ശ്രമിക്കുക. നമുക്കത് വഴി തെളിഞ്ഞ് വരും. നമ്മൾ ഓരോ വഴി കൂടെ പോകുമ്പോഴും നമുക്ക് അതിന്റെ ഒരു ഇത് കേട്ട് തുറന്നില്ലെങ്കിലും വേറൊരു ഐഡിയ കിട്ടും, വേറൊരു ആൾക്കാരുടെ പരിചയം കിട്ടും. വഴി മാറി 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 എവിടെയെങ്കിലും നമുക്ക് വേറെ ഒരു സ്ഥലത്തേക്ക് പോയി നമുക്ക് എത്താൻ പറ്റും. അങ്ങനെയാണ് എൻ്റെ ഈ 2 വർഷത്തെ ഞാൻ തന്നെ ഒരു പിച്ച വയ്ക്കുന്ന ആളാണ്. LKG ആണ്, pre-KG ആണ്. പക്ഷെ എന്നാലും എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ആരും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും അങ്ങനെ തന്നെയാണ്, ഇതുപോലെ വന്ന ആൾക്കാർ തന്നെയാണ്. നമുക്കും പോവാം, അവർക്കും സ്ഥലമുണ്ട്. അതെ. ഒത്തിരി സന്തോഷം സംസാരിച്ചതിൽ. ഇപ്പൊ ഇന്നത്തെ ദിവസം ഇനിയും ബാക്കി ഉണ്ട്. നല്ല സെയിൽസ് ഉണ്ടാവട്ടെ, അതുപോലെ തന്നെ പുതിയ ആൾക്കാരെ ഇവിടുന്ന് മീറ്റ് ചെയ്യാൻ പറ്റട്ടെ. ഇനി നമ്മൾ ലെനാസിന്റെ പേര് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനം ഉണ്ടാവും. ഞാൻ സംസാരിച്ചു, ഇന്ററാക്ട് ചെയ്തൊരു കമ്പനി എന്നുള്ള നിലയിൽ. പക്ഷെ അതല്ലാതെ നമ്മൾ ഒരുപാട് ഉയരങ്ങളിൽ കാണട്ടെ. അപ്പം താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.